ഹായ് ഫ്രണ്ട്സ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാങ്ങ അച്ചാറിട്ടാലോ? ഈ മാങ്ങ അച്ചാറേ ഒരു നല്ല മധുരമുള്ളൊരു മാങ്ങേനെ എടുത്ത് എങ്ങനെ പുളിപ്പോടെ അച്ചാറിടാമെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു ബൗളെടുത്തു. അതിലേക്ക് ഞാൻ ഒരു വലിയൊരു മാങ്ങ ഉണ്ടായിരുന്നു, അത് ചെറുതായി അരിഞ്ഞു വെച്ചു. കണ്ടില്ലേ, നല്ലൊരു വിളഞ്ഞ മാങ്ങയാണ്. ഭയങ്കര ഇനിപ്പാട്ടോ ഈ മാങ്ങയ്ക്ക്. ഇത് നമുക്ക് നല്ല പുളിപ്പോടെ അച്ചാറിടാം കേട്ടോ. ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ ഇട്ടു. അതിലേക്ക് ഞാനൊരു 7 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നു, അതും ഇട്ടു. ആഹാ, ഒരു പച്ചമുളകും ഞാൻ അരിയാതെ ഇട്ടേക്കാ, പൊഞ്ഞ കൊള്ളി പുറത്ത്. അത് നമുക്ക് വേണ്ട അല്ലേ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ ഉപ്പിട്ടു, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ടു, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവയിട്ട് ഇത് നന്നായി ആ മാങ്ങയായിട്ട് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കി ഇതാ ഇങ്ങനെ ആയപ്പോൾ ഇതെന്തായി, മാങ്ങ അച്ചാറായിട്ടില്ല. ജസ്റ്റ് മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് മാങ്ങ അച്ചാർ പുരട്ടി വെച്ചേക്കാം അല്ലേ. ഓക്കെ, അതവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി നമുക്കിത് അച്ചാറിലേക്ക് കറക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിടാം കേട്ടോ. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും കായപ്പൊടി ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ചേക്കുന്ന മാങ്ങ, നല്ല ഇനിപ്പുള്ള മാങ്ങ, അത് ഇതിലേക്ക് ഇടാം. ഇട്ട് ഈ എണ്ണയായിട്ട് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കുക. ഇപ്പം നല്ലൊരു മധുര മാങ്ങ പെരട്ടായതുപോലെ ഇരിപ്പുണ്ടില്ലേ. സൂപ്പറല്ലേ ഇത്. പക്ഷേ ഇപ്പോഴും ഇതിൽ പുളി വന്നിട്ടില്ല. ഓക്കെ, നന്നായി ഇളക്കിയതിന് ശേഷം ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല പുളിയുള്ള തൈര്, നല്ല പുളി വേണം കേട്ടോ. നല്ല പുളിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ നിറയെ ഞാനിതിലേക്കിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുകയാണ്. ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അപ്പോൾ നല്ല പുളിയുള്ള, നല്ല മധുരവും പുളിപ്പും ഉപ്പും എല്ലാം പാകത്തിനുള്ള നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് അധികം നാൾ പുറത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ, കാരണം തൈരൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. ഫ്രിഡ്ജിലേക്ക് നമുക്ക് വയ്ക്കാം, ഒരാഴ്ചയൊക്കെ ഇരിക്കും. പെട്ടെന്ന് യൂസ് ചെയ്ത് തീക്കുക. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള അച്ചാറാണ്. ഇനിപ്പും പുളിപ്പും ഉപ്പും എല്ലാം ഒക്കെ ചേർന്ന നല്ല അടിപൊളി അച്ചാറാണ്. പാകത്തിന് എരിവും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.